ഹായ് ഹലോ, ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് വേണ്ടേ? അപ്പോൾ നമുക്ക് നല്ല പിടി വറുത്തരച്ച കോഴിക്കറി ആയാലോ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഇവിടെ ചിക്കൻ കറിക്ക് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരൽപ്പം ഇത് ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ മുഴുവൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാവുന്ന സമയത്തിന് നമുക്ക് പിടി ചെയ്യാം. അപ്പോൾ നമുക്ക് പിടിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക്, ഇത് പുട്ടുപൊടിയാണ്, നല്ല തരിയുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊരു 1/4 കപ്പ് തേങ്ങ, അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ ജീരകവും കൂടെ നന്നായിട്ട് അരച്ചതാണ്. നമുക്ക് ഇതും കൂടെ ചേർക്കാം. ചിലർ വെളുത്തുള്ളി മാത്രം ചേർക്കുന്നവരുണ്ട്, ചിലർ ജീരകം മാത്രം ചേർക്കും, ചിലർ ചുവന്നുള്ളി ചേർക്കാറില്ല, വെളുത്തുള്ളിയും ജീരകവും മാത്രം ചേർക്കും. അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും ഓരോ രീതിയിലാണ്. ഇവിടെ ഞാൻ ചുവന്നുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. പുട്ടിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് നമുക്ക് തിരുമിയെടുക്കാം. അരമണിക്കൂർ ഇരുന്നാലും നല്ലതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്തിന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് നമുക്ക് ആദ്യം തേങ്ങ വറുക്കാം. കാരണം വറുത്ത് കഴിഞ്ഞ് ഇത് തണുത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ. ആദ്യം ഇപ്പോൾ 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മളുടെ തേങ്ങ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം പെരിഞ്ജീരകവും കൂടി ചേർക്കാം. പെരിഞ്ജീരകവും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം നമ്മളുടെ തേങ്ങ. അതിന് ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നത്. നമ്മളുടെ തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്കാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരല്പം മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച്, അല്ലെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് മൂത്ത് പോകും. അതിനുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരല്പം ഗരം മസാലയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ തന്നെ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. കാരണം അതിനകത്ത് ഒത്തിരി സാധനങ്ങളും കൂടെ കൂടുതൽ വരും. ഇപ്പോൾ തക്കോലം, ഇത്തിരി നട്ട്മെഗിൻ്റെ ഫ്ലേവർ വരും. ഇപ്പം എല്ലാം കൂടെ വരുന്ന കാരണം അതിനാണ് ഇത്രയും കൂടി ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതൊരു 3 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടണം. പെട്ടെന്ന് വാടാൻ അല്പം ഉപ്പും കൂടെ ചേർക്കാം. നമ്മളുടെ സവോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും, ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത്
നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി നല്ലപോലെ വെന്ത് വന്നോളും. നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ ചിക്കൻ എന്തായിന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ആവി തട്ടുമ്പം തന്നെ നല്ല മണം കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്, ഞാൻ നല്ല പോലെ അരച്ചെടുത്തതാണ്, വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടണം. അതും കൂടെ ചേർക്കാം. ചിക്കൻ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ആ തേങ്ങ അതിൻ്റെ ആ ഫ്ലേവറും കൂടെ ആ ചിക്കനിലേക്ക് പിടിക്കണം. അതുകൊണ്ട് നമുക്ക് അതുവരെ ഒന്നും കൂടെ മൂടി വെച്ച് നല്ല പോലെ എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊക്കെ ഉണ്ടോ, നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിടിയുടെ കൂടെ ഒഴിക്കുമ്പം ഒരല്പം ഗ്രേവി ഉള്ളത് നല്ലതാണല്ലോ. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചപ്പോൾ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ അടിപൊളി വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പിടി ചെയ്യാം. ഞാനിവിടെ പിടിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അത് തിളയ്ക്കുന്ന സമയത്തിന് ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിനകത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വീതം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം കൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മൾ അത് കുഴയ്ക്കണം, എന്നാലേ ആ ഒരു മയം കിട്ടുള്ളൂ. നമുക്ക് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മളുടെ പിടി മുഴുവൻ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളുടെ പിടി നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലിനകത്ത് ഒരു ചെറിയ സ്പൂൺ അരിപ്പൊടിയും കൂടെ കലക്കിയതാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റേജും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫൈനൽ സ്റ്റേജ്. ഇത്തിരി കടുക് മുറിച്ചതും കൂടെ അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് ഇറക്കുക. അപ്പോൾ ആ കടുകിൻ്റെ ആ എണ്ണയുടെ ആ വറ്റൽമുളകിൻ്റെ രുചിയൊക്കെ വന്ന് നല്ല അടിപൊളി പിടിയാവും. നമ്മളുടെ ചൂട് പിടി, നല്ല ചൂട് കോഴിക്കറി റെഡി. നമ്മുടെ പിടിയും കോഴിക്കറിയും. ഈ കോഴിക്കറിയും കൂട്ടി ഈ പിടി ഒരു പിടി പിടിക്കണം മക്കളെ. ഇങ്ങനെ കുറച്ച് ചാറുമൊക്കെ കൂട്ടി
തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. Stay tuned for more videos.